നിന്നെ എന്തിനാ ഞാൻ ശമ്പളം തന്നിവിടെ നിർത്തിയേക്കുന്നേ? ഒരു കാര്യത്തിന് ഉപകരിക്കില്ലെങ്കിൽ ഈ ജോലി മതിയാക്കി നീ പൊയ്ക്കോ. മേഡം എന്ത് വർത്താനായി പറയുന്നേ? ഞാൻ എന്ത് ചെയ്തു? വിളിച്ച നിനക്കൊന്ന് ഫോൺ എടുത്തൂടെ? മനുഷ്യരുടെ വാലിന് തീ പിടിച്ചാ നിക്കുന്നെ. മേഡത്തിന് മാത്രല്ല, ഇവിടെയുള്ള എല്ലാത്തിനും വാലിന് തീ പിടിച്ചിട്ടുണ്ട്. മനസ്സിലായില്ല. ഇവറ്റകളുടെ തന്ത എന്തോ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട് പോലും. അയാൾ എന്തോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നെന്നാണ് വോയിസ് പറഞ്ഞിരിക്കുന്നത്. അത് കേട്ടതും അമൃത ആകെ ടെൻഷനിലായി. അച്ഛനെ രക്ഷിക്കണമെന്നും പറഞ്ഞ് ഒരേ ബഹളായിരുന്നു. അയാളെ കാണാൻ പോവാൻ വേണ്ടി അവൾ പൊട്ടി പുറപ്പെട്ട് ഇറങ്ങിയതാ. പിന്നെ അഖില പറഞ്ഞോണ്ട് മാത്രം അവള് പോകാതിരുന്നത്. അല്ല, അപ്പൊ അവര് പോയില്ലല്ലേ? ഇല്ല. അയാൾ ഇവർക്ക് അയച്ച വോയിസ് മെസ്സേജില് എന്നെ പറ്റി എന്തെങ്കിലും പറയുന്നുണ്ടോ? മേഡത്തെ കുറിച്ച് പറയാതിരിക്കോ? മേഡത്തിന് അയാൾ പൊക്കി കൊമ്പത്ത് വെച്ചിരിക്കല്ലേ. എങ്കിലിനി ഞാനിവിടെ നിൽക്കുന്നത് പന്തിയല്ല, ഞാനങ്ങ് പോവാം. ഞങ്ങളോട് ഈ സ്നേഹമൊക്കെ കാണിച്ചതിന് പിന്നിൽ ഇതായിരുന്നു ഉദ്ദേശം അല്ലേ? ഇതൊക്കെ ഞങ്ങളിൽ നിന്ന് എത്ര കാലം മറച്ചുവെക്കാൻ കഴിയുന്ന കരുതിയത്? കലയമ്മയുടെ തനിനിറം അറിയാതങ്ങ് പുറത്തു വന്നു. മക്കളെ, കേട്ടതൊന്നും നിങ്ങൾ വിശ്വസിക്കല്ലേ. നിങ്ങളുടെ അച്ഛൻ ചതിയനാ. അയാള് നാക്കെടുത്ത് വളച്ച കള്ളവേ പറയൂ. അയാള് പറയുന്ന ഒന്നും നിങ്ങൾ വിശ്വസിക്കരുത്. അച്ഛന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ, എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് തുറന്നു പറഞ്ഞത് ഞങ്ങളുടെ കൂടപ്പിറപ്പ് തന്നെയാ. നിങ്ങള് അറിഞ്ഞതൊന്നും സത്യമല്ല മോളെ. അങ്ങനെയൊന്നും പറയണ്ട, ഞങ്ങൾക്കറിയാം അത് സത്യമാണെന്ന്. അല്ലേ ചേച്ചി? ഒന്നുമില്ലെന്നേ. കലയമ്മയുടെ സ്വത്തുക്കൾക്ക് അവകാശികളായി ഞങ്ങളെ വെച്ച കാര്യം അനഘ ഞങ്ങളോട് പറഞ്ഞു. അതൊന്നും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നത്. പക്ഷേ അമ്മ ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹം കാണുമ്പോ ഞങ്ങൾക്ക് എന്തു പറയണം എന്നറിയില്ല. മാഡം ഇവരുടെ പേരിൽ വിൽപത്രം എഴുതി വെച്ച കാര്യം അനഘ മോള് വിളിച്ചു പറഞ്ഞു. അതാ ഇവിടെ പൊട്ടിയ ബോംബ്. ആ, കലയമ്മ ആഹാരം കഴിച്ചോ? ഇല്ലെങ്കിൽ വാ കഴിക്കാം. ഞാൻ വരാം. അല്ല, മക്കള് പോയി വിളമ്പി വെക്ക്. മാഡം വന്നോളൂ. ശരി, വാ. ഇവിടെ എന്താ സംഭവിച്ചത്? ചന്ദ്രസേനന്റെ വോയിസ് മെസ്സേജ് ഇവര് കേട്ടു എന്നല്ലേ നീ എന്നോട് പറഞ്ഞത്? പതുക്കെ. ചന്ദ്രസേനൻ അമൃത മോൾക്ക് വോയിസ് മെസ്സേജ് അയച്ചു എന്നത് നേരാ. പക്ഷെ അമൃത കേട്ടില്ല. അതിനു മുമ്പ് ആ മെസ്സേജ് ഈ സിസിലി മുക്കി. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.